ബ്രിഡ്ജിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കും കൂടി നടക്കാനുണ്ട്. വാട്ടർ പ്രൂഫിങ് നടക്കാനുണ്ട്. ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക്. ഇവിടെ എല്ലാം കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ശേഷം ടാറിങ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ. ബാക്കിയുള്ള ഭാഗം നോക്കാനുണ്ട് ഇനിയിപ്പോൾ. ഇനി ഇവിടെ മണ്ണിട്ട് ഉയർത്താനുണ്ടോ ഇനി ബാക്കി? ഇനി കുറേ പണിയുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എല്ലാം മണ്ണ് ഇനിയും കുറച്ച് മണ്ണ് ഉയർത്താനുണ്ട്. ഇവിടെ എല്ലാം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് കേട്ടോ. ആറങ്കാടി ഭാഗത്തേക്കാണ് ഇപ്പോൾ ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫുള്ള് മണ്ണ് ഇട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ആറങ്കാടി ഭാഗത്തൊക്കെ മണ്ണിട്ട് കഴിഞ്ഞ ഭാഗത്തെല്ലാം GSP മെറ്റൽ ഇടുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ആറങ്ങാടി ഭാഗത്തും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തിപ്പോൾ താൽക്കാലികമായിട്ട് അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സർവീസ് റോഡിലായിരുന്നു വാഹനങ്ങൾ വിട്ടിരുന്നത്. ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ താൽക്കാലികമായി അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത്. ഒരു വശത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നത് ഇപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ്. ഒരു വശത്ത് വർക്ക് കഴിഞ്ഞതിനാൽ ആ ഭാഗത്ത് ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറുവശത്ത് റീറ്റേൺ വാളിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഈ ആറങ്ങാടി ഈ ജംഗ്ഷനിൽ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറങ്ങാടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. നല്ല ഹെവിയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിക്കും. പിന്നെ ഈ ഭാഗത്തിപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഭാഗത്തൊക്കെ ടാറിങ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാണാം, ആ താഴെ ഭാഗത്തു നിന്നൊരു റോഡുണ്ട്. ആ റോഡിൽ നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ആറങ്ങാടി അണ്ടർപാസ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരുവിധം മോശമില്ലാത്ത അണ്ടർപാസ്സാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. വലിയ അണ്ടർപാസ്സാണ്. ഇപ്പോൾ ബസ്സിനെല്ലാം കടക്കാനുള്ള അണ്ടർപാസ്സാണ് ഇതിപ്പോൾ. ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഭാഗത്തും അങ്ങനെ തന്നെ റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മണ്ണ് ഫില്ല് ചെയ്ത് ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കും. നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ട് നല്ല വെയിലും അപാരമായ വെയിലാണ് ഇന്ന്. ഈ ഭാഗത്ത് ഒരു വശത്തും ഇനി വർക്ക് നടക്കാനുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. പിന്നെ മെയിൻ റോഡിൻ്റെ കുറച്ച് ഭാഗം ഈ ഭാഗത്തൊക്കെ ടാറിങ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. അത് നേരത്തെ റീറ്റേൺ വാൾ നിർമ്മിക്കാനുള്ള ആ ഭാഗം കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ ഭാഗം ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴും അങ്ങനെ തന്നെ പെൻഡിങ്ങിലുണ്ട്. അന്ന് ജസ്റ്റ് ഈ 4 തൂണിട്ട് പോയതല്ലാണ്ട് യാതൊരുവിധ ബാക്കിയുള്ള വർക്കൊന്നും നടന്നിട്ടില്ല. സെൻട്രലിൽ വരെ അതിൻ്റെ ഫൗണ്ടേഷന് 2 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തി ഇനിയുണ്ട് നടത്താൻ. ഇപ്പോൾ ചമ്മട്ടമ്പയിൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡാണ്. ഈ താറയും പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വശത്ത് ഫുള്ള് ടാറിങ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറുവശത്താണ് ഇനി വർക്കുകൾ ബാക്കിയുള്ളത്. മറുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചമ്മട്ടം വയൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ ഈ പ്രവൃത്തികളൊക്കെ ഇവർ ചെയ്ത് തീർത്തെങ്കിൽ ഇവർക്ക് ബെനിഫിറ്റ് കിട്ടുക. ഇല്ലെങ്കിൽ ഈ മഴക്കൊന്നും ഈ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗത്തൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഹൈറ്റുള്ള സ്ഥലമാണിത്. നല്ലോണം മണ്ണ് ആവശ്യം വരുന്നിടത്തേക്ക്. ഈ ഭാഗത്തുള്ള അതേ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള കുറച്ചാണ്, വലിയ ഹൈറ്റില്ല. എന്നാലും നോക്കിയാൽ ഇവിടെയെല്ലാം റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പ്രവൃത്തികളെല്ലായിടത്തും നടക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മാവുങ്കാൽ എത്താറായിട്ടുണ്ട്. ക്രൈസ്റ്റ് സ്കൂളിൻ്റെ എതിർവശത്തൊരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. അത് അതിൻ്റെ വേറൊരു പ്രശ്നം എന്താ പറയുക, ഇത് ഡ്രെയിനേജിലാണ് ഇവിടെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എടാ, ഈ ഡ്രെയിനേജ് വരുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നതാ കുറച്ചൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡ്രെയിനേജാണ്. ആ ഡ്രെയിനേജ് പോകുന്നിടത്താണ് ഇതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുള്ളത്. ഇപ്പോൾ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കമ്പി മാത്രം കണ്ടിന്, കുറേ കാലമായി കമ്പി മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട്. മാറ്റം വന്നു. ഇവിടുന്ന് മുതൽ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. 6 വരി പാതേൻ്റെ മാവുങ്കാലിലെ ഭാഗത്ത് നോക്കാനുണ്ട്. ഒന്ന് പൂർത്തിയാക്കിയിട്ട് മറ്റൊന്നും തുടങ്ങുന്നില്ല ഇവർ. ഒന്ന് ബാക്കി വെച്ചിട്ടാണ് മറ്റൊന്ന് തുടങ്ങുന്നത്. അതാണ് ഇവരെ പരാജയം. ഇവിടുത്തെ പരാജയം അങ്ങനെയാണ്. ഇത് തൊട്ട് വെച്ചിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്ന് തീർത്തോണ്ട് വരുന്നെങ്കിൽ പിന്നെ അത് കഴിഞ്ഞില്ലേ, പിന്നെ ആടത്തേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല ഇവർ ഒന്ന് ജസ്റ്റ് തൊട്ട് ആടെ വെച്ച് പിന്നെ പോയി അങ്ങോട്ട് പോയി പിന്നെ എടുത്ത് പിന്നെ ഇടുന്ന അങ്ങോട്ടേക്ക് പോയി. അങ്ങനെയാണ് ഇവരെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഇവരെ പ്രവൃത്തി തീരാത്തത്. ULCC അങ്ങനെയല്ല. ULCC എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് തുടങ്ങിയാൽ ആ വർക്ക് തീരോളം അവരെടുക്കും, എന്നിട്ടായിട്ട് ബാക്കിയുള്ള വർക്ക് ആരംഭിക്കും. അങ്ങനെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്,
സൂപ്പർ അലൈൻമെൻ്റാണ് അവരെ. നല്ല ഈ ഡ്രൈനേജ് അതെല്ലാം നല്ല എങ്ങനെ ഡ്രൈനേജ് സർവീസ് റോഡെല്ലാം ഉണ്ട് എങ്ങനെ എന്തോ മറ്റേ കൊത്തിയെടുത്ത പോലെയാണ് അവരെ ഇതെല്ലാം ഉള്ളത്. ഇത് എന്ന് പറഞ്ഞെങ്കിൽ ഇതല്ല മേഘൻ്റെ അങ്ങനെയല്ല. മേഘൻ്റെ കുറേ വ്യത്യാസമുണ്ട്. മേഘൻ്റെ ഈ വെൽസിസ്റ്റ് ആയിട്ട് കുറേ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ മാവുങ്കാൽ ജംഗ്ഷനിലേക്ക് എത്തി. മാവുങ്കാൽ ജംഗ്ഷനിൽ ഇപ്പോൾ അങ്ങനെ തന്നെ ഉള്ളത്. വേറെ പുതുതായിട്ടുള്ള പ്രവൃത്തിയൊന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ ഇനി നടക്കാനുണ്ട്. ഇപ്പോൾ കാണുന്നില്ല. അവർ തുറന്നു കൊടുത്തതന്നേ ഉള്ളൂ. അത്ര 2 വർഷം ഇപ്പോൾ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഭാഗത്ത്. മാവുങ്കാൽ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മാവുങ്കാലിൽ കുറേ വർക്കുകൾ ഇനിയും പെൻഡിങ്ങിലുണ്ട്. ഇപ്പോൾ മാവുങ്കാൽ കാഞ്ഞങ്ങാട് നിന്ന് കോട്ടശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നേരത്തുള്ള ആ ഭാഗത്തു നിന്ന് നേരെ വന്നിട്ടാണ് അണ്ടർപാസിലൂടെ പാണത്തൂരിൽ പ്രവേശിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പുല്ലൂർ ഭാഗത്തൊക്കെ വർക്കുകൾ എന്തായി നോക്കാനുണ്ട്. ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പുല്ലൂർ ഭാഗത്ത് കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് പെൻഡിങ്ങിലുണ്ടായിരുന്നു. അത് നോക്കാൻ എന്താണ് അതിൻ്റെ വർക്കുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പെൻഡിങ്ങിലുണ്ടെന്ന് തോന്നുന്നു. കാണാം ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കുറച്ച് ഭാഗം ഈ ഡ്രൈനേജിൻ്റെയും കേൾവെട്ടിൻ്റെയും വർക്കാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതിന് ശേഷം യാതൊരുവിധ അപ്ഡേഷനും ഇല്ല. എത്ര ആയി അങ്ങനെ തന്നെ. ഇതാണ് ഇവരെ പ്രശ്നം. ഒന്ന് തൊട്ടത് പൂർത്തീകരിക്കുന്നില്ല. അതിനുശേഷം വേറെ തീർന്നതിന് മുമ്പ്. അതാണ് ഇവരെ പ്രശ്നം മെയിൻ. നമ്മൾ പുല്ലൂർ വയഡക്റ്റിൻ്റെ എന്തായി നോക്കാം. ചിലപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും നമുക്ക് തോന്നുന്നത് ഈ ഭാഗത്ത്. നല്ല മാറ്റം പോലെ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ നോക്കാൻ എന്ത് കഥയാണ്. ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നല്ല മാറ്റമാണ് ഇവിടെ. ഏകദേശം റോഡ് പോലെ ആയിട്ടുണ്ട് ഒരു വശത്ത്. ബാക്കിയുള്ള അപ്പുറത്ത് ഈ നടുഭാഗത്താണ് ഇനി കുറച്ചുകൂടി വർക്കുള്ളത്. മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇവിടെ. പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുല്ലൂർ ഭാഗത്ത് വയഡക്റ്റിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഫുള്ളിടെ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഒരു വശത്ത്. ഏകദേശം ഒരു വശത്തായി. മറുവശത്തും കൂടി ഇനി ഫില്ല് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ. ഒരു വശത്ത് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഭാഗമുണ്ട്. അപ്പോൾ അതൊന്ന് തീർക്കേണ്ടതാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ. ഇവരുടെ വർക്ക് ഇങ്ങനെയാണ്. അതിൻ്റെ ലാസ്റ്റ് വണ്ടികൾ പോകുമ്പോൾ എന്താ പറയുക, ഓരോരോ സ്ഥലത്ത് അമർന്നറന്ന് പോകുക. ഇത് പൂർത്തീകരിക്കാണ്ടാണ് ബാക്കിയുള്ള വർക്ക് നടക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഫുള്ള് വർക്കുണ്ട് നടക്കാൻ. അവിടെ ഫുള്ള് കണ്ടോ, നല്ല മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് സർവീസ് റോഡിൻ്റെ.
എല്ലാം ഉണ്ട് ഫില്ല് ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതെടുത്ത പ്രവർത്തികൾ ഇവിടെ നല്ല ഹൈറ്റിലുണ്ട്. പാടുന്ന് ഇതിപ്പോൾ കമ്പാക്ട് ചെയ്തിട്ട് അവിടെ ഹൈറ്റ് കൂടി അത് അവിടെ ഹൈറ്റ് കുറഞ്ഞ് എന്ത് മനസ്സിലാവുന്നില്ല റോഡിൻ്റെ കഥ. എന്ത് ഇവിടെ ഉണ്ട് അലൈൻമെൻ്റ് ഉണ്ടോ? ഫുള്ള് ഹൈറ്റിൽ വന്ന് അവിടെ ഹൈറ്റ് കുറഞ്ഞ് ഇവിടെ നല്ല ഹൈറ്റാണ്, അവിടെ ഹൈറ്റ് കുറഞ്ഞ് അങ്ങനെയാന്നുള്ളതാ. ഉള്ളൂർ വയഡക്റ്റിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ ഭാഗത്ത് ഇനി മണ്ണ് ഫില്ല് ചെയ്യാണ്ട് റീറ്റൻ വാളിൻ്റെ നിർമ്മാണമുണ്ട് അവിടത്ത്. ഇതെല്ലാം വർക്ക് ഇപ്പോൾ എന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലൈൻമെൻറ്റ് തീരെ പോരട്ടോ. അലൈൻമെൻറ്റിന് തന്നെ ഇവരെ പ്രശ്നം. ഒരു ക്ലിയർ അലൈൻമെൻ്റ് ഇല്ല. വീടെല്ലാം ഏകദേശമായി. നല്ല ടാറിങ് കഴിഞ്ഞതാണ്. വെള്ളം കെട്ടിയിരുന്നില്ല, മഴൻ്റെ വെള്ളം പോകാനുള്ള വഴി പോലില്ല. ഞാനില്ല